ഇന്ന് മലപ്പുറംകാരുടെ സ്വന്തം ഓട്ടട ഉണ്ടാക്കിയാലോ? ചിലർ ഇതിന് മുട്ടപ്പത്രി എന്നൊക്കെ പറയട്ടോ. നമ്മളിവിടെ ഓട്ടട എന്നാണ് പറയാറ്. അപ്പോൾ നല്ല അടിപൊളി ഓട്ടടയും എരിവുള്ള മുട്ടക്കറിയും, ഉള്ളിയും തക്കാളിയും ആവശ്യത്തിനുള്ള മസാലപ്പൊടികളും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മളൊന്ന് റെഡിയാക്കുന്നുണ്ട്. അതൊന്നുകൂടി വേവായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പുഴുങ്ങിയ മുട്ടയും മല്ലിച്ചപ്പിട്ട് നമ്മുടെ കറി സെറ്റാക്കിയിട്ടോ. ഗോതമ്പ് പൊടിയും ഒരു മുട്ടയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്താട്ടോ നമ്മുടെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഓട്ടടയുടെ മാവ് സെറ്റാക്കിയത്. നമുക്ക് പെട്ടെന്ന് വേണ്ടതുകൊണ്ടാട്ടോ ഇങ്ങനെ ചെയ്തത്. പൊതുവേ പച്ചരിയൊക്കെ വെള്ളത്തിലിട്ടിട്ടാണ് ഓട്ടട ഉണ്ടാക്കാറ്. എന്നാലും നമ്മുടെ ഇൻസ്റ്റൻറ്റ് മാവ് അടിപൊളിയായിട്ട് സെറ്റായിട്ടോ. നല്ല സോഫ്റ്റായിട്ട് നമ്മുടെ ഓട്ടട കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്നൊരു ഓട്ടടയ്ക്കൊക്കെ ആഗ്രഹമുള്ളവർ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാട്ടോ. നല്ല അടിപൊളി സോഫ്റ്റ് ഓട്ടട കിട്ടും. അങ്ങനെ നമ്മുടെ മുട്ടക്കറിയും ഓട്ടടയും ഒക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു ഫേവറേറ്റ് കോംബോ ആണ് ഓട്ടടയും മുട്ടക്കറിയും. എനിക്ക് വേറൊരു കറിയും വേണ്ട കേട്ടോ ഇതുണ്ടെങ്കിൽ. അപ്പോൾ എല്ലാവരും ഈ നോമ്പിനൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി റെസിപ്പിയാണ്.